അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന ഏതൊരു വിഷയത്തിലും നമുക്ക് ഫതഹ് കാണാൻ, വിജയം കാണാൻ, സന്തോഷം ലഭിക്കാൻ, ആഗ്രഹിച്ചൊരു കാര്യം നമുക്ക് ലഭിക്കാൻ, നേടിക്കിട്ടാൻ വേണ്ടി മഹാന്മാർ പറഞ്ഞു വെച്ച, മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച, അവിടുത്തെ കിതാബിൽ കൊണ്ടുവന്ന ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു വെച്ച കാര്യം മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുന്ന് കിതാബിൽ കൊണ്ടുവന്നതാണ്. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു, മഹാന്മാർ സ്വാലിഹീങ്ങൾ അവർക്ക് വല്ലൊരു ആവശ്യം ഉണ്ടെങ്കിൽ ആ ഒരു ആവശ്യം തീർന്നു കിട്ടാൻ വേണ്ടി മഹാന്മാർ ഉപയോഗിച്ച ഒരു ആയത്താണ് ഈ പറയാൻ പോകുന്ന 2 ആയത്തുകളാണ്. സൂറത്ത് തൗബയിലെ അവസാനത്തെ 2 ആയത്തുകൾ ബിസ്മി ഇല്ലാതെ തന്നെ ഓതേണ്ട 2 ആയത്തുകളാണ്. ബിസ്മി കൂട്ടാൻ പാടില്ലാത്ത ഒരു സൂറത്താണ് സൂറത്ത് തൗബ. ആ തൗബ സൂറത്തിൽ അവസാനത്തെ 2 ആയത്തുകളാണ്. ഈ 2 ആയത്തുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു വീട് ലഭിക്കണം, നല്ലൊരു ജോലി ലഭിക്കണം, അല്ലെങ്കിൽ ഒരു ഹൈറായൊരു ആവശ്യമുണ്ട്, പെട്ടെന്ന് തീർന്നു കിട്ടണമെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പറയാൻ പോകുന്ന 2 ആയത്ത് കൃത്യമായ ഒരു എണ്ണമില്ലാതെ നിങ്ങൾക്ക് എത്ര കൊണ്ട് ചൊല്ലാൻ കഴിയുന്നുവോ അത്രയും ആവശ്യം തീർന്നതുവരേക്കും നിരന്തരമായി ഓതിക്കൊണ്ടേയിരിക്കുക ഈ 2 ആയത്തുകൾ. എന്നാൽ ഏത് ആവശ്യവും തീർന്നു കിട്ടുമെന്ന് മഹാനവറുകൾ നമുക്ക് പഠിപ്പിച്ചതാണ്. അപ്പോൾ അത്രയും താബീങ്ങളിൽപ്പെട്ട വലിയൊരു പണ്ഡിതനാണ്, വലിയൊരു മഹാനാണ് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. ആ മഹാനവറുകൾ നമുക്ക് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഏതാണ് ആ 2 ആയത്തുകൾ? ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൂ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഈ 2 ആയത്തുകൾ എല്ലാവരും നല്ല നിയ്യത്തോടെ, നല്ലൊരു ഉദ്ദേശത്തോടു കൂടെ, വീട് വേണം ആഗ്രഹിക്കുന്നവർ വീട് നല്ല ആ ഒരു കരുത്തോടുകൂടെ, അതേപോലെ തന്നെ നല്ല ജോലി ലഭിക്കണമെങ്കിൽ നല്ലൊരു ജോലി ലഭിക്കണമെന്ന് നിയ്യത്തോടുകൂടെ, അതേപോലെ തന്നെ മക്കളുടെ കല്യാണം ശരിയായി കിട്ടണം, അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു പ്രയാസത്തിലാണ്, അല്ലെങ്കിൽ കടമുള്ള ആളാണ്, എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ളതോ അത് നിങ്ങൾ ഉദ്ദേശം കരുതി ഈ 2 ആയത്തുകൾ നിരന്തരമായി നിങ്ങൾക്ക് എത്ര ചൊല്ലാൻ കഴിയും അത്രയും എണ്ണത്തിൽ ചൊല്ലിത്തീർക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല സാധിപ്പിച്ചു തരും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.